ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിമന്യ യോഹന്നാൻ മാർ പോളികാർപ്പോസ് തിരുമേനി, അഭിമന്യ ജോഷുവ മാർ നിക്കോദീമോസ് തിരുമേനി, ഞങ്ങളുടെയൊക്കെയും വന്യ ഗുരുഭൂതൻ ബഹുമാനപ്പെട്ട TJ ജോഷുവാച്ചൻ, മലങ്കര സഭയുടെ അഭിമാനമായ ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി, മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട ജോൺസ് എബ്രഹാം കോനാട്ടച്ചൻ, ജനഹൃദയങ്ങളിൽ സ്ഥാനമലങ്കരിച്ച് നാടിൻ്റെ പ്രതിനിധിയായിട്ട് വലിയ സാക്ഷ്യം ലഭിച്ചിട്ടുള്ള CF തോമസ് സാറ്, മറ്റ് ജനപ്രതിനിധികളും സമാരാധകരുമായ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ, ശ്രീ ബിജു കുഴികുന്നേൽ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അഭിമന്യ റമ്പാച്ചന്മാർ, ആ ഗണത്തിൽ അവാർഡ് ഏറ്റുവാങ്ങുന്ന സമാരാധകനായ ഫിലിപ്പ് റമ്പാച്ചൻ, വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, മലങ്കര സഭയുടെ സൂര്യ തേജസ് എന്ന് ചരിത്രം വിശേഷിപ്പിച്ചിട്ടുള്ള കുറിച്ചി ബാവ, വലിയ ബാവ, കല്ലാച്ചേരി ബാവ എന്നൊക്കെ അറിയപ്പെട്ട പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവ തിരുമനസിലെ മെത്രാഭിഷേകത്തിൻ്റെ ശതാബ്ദി സമ്മേളനത്തിലാണ് നാം ഇവിടെ എത്തിയിരിക്കുന്നത്. അതോടൊത്ത് ഈ സന്ദർഭത്തിന് നിറം പകരുന്നത് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടിയാണ് എന്ന് അനുസ്മരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. മലങ്കരയിൽ കാതോലിക്കേറ്റ് സ്ഥാപിതമായതിൻ്റെ 100 വർഷം ആഘോഷിക്കുന്ന അവസരത്തിൽ ഈ കുറിച്ചി പ്രദേശത്തുള്ള ജനം എല്ലാം ആ ഒരു സംഭവത്തെ അഭിമാനത്തോടെ അനുസ്മരിക്കുകയും അതിൻ്റെ പ്രതിജ്ഞകളിലും പ്രതീക്ഷകളിലും പങ്കുചേരുകയും ചെയ്യുന്ന നിമിഷവും കൂടെയാണിത്. അതുപോലെ തന്നെ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവായുടെ പുണ്യനാമത്തിൽ മനോഹരമായി ഒരു മന്ദിരം പൂർത്തീകരിച്ച് അതിനെ സമർപ്പിച്ചതിൻ്റെ ആദ്യ ദിനങ്ങളിലൊന്നാണ് ഇന്ന്. പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവ തിരുമനസ്സുകൊണ്ട് മലങ്കര സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി കാതോലിക്കേറ്റിന് ഒരു ദേവാലയം വയ്ക്കുവാൻ സ്ഥലം വാങ്ങി അവിടെ ദേവാലയം സ്ഥാപിച്ച ആ പള്ളി പുതുക്കി പണിത് അതിൻ്റെ കൂദാശ ഈ നാടിൻ്റെ ആഘോഷവും ഉത്സവവുമായിട്ട് 2 ഇടവകളുടെയും വലിയ പള്ളിയുടെയും ചെറിയ പള്ളിയുടെയും ആഭിമുഖ്യത്തിൽ പൂർത്തീകരിച്ചിരിക്കുന്ന സുദിനവും കൂടെയാണ് ഇത്. എന്ന് പറഞ്ഞാൽ ആ ആഘോഷങ്ങളുടെ പരിസമാപ്തി ഒരു നാടിന് മുഴുവൻ അനുസ്മരിക്കുവാൻ ഒരു പുണ്യപുരുഷൻ ഉണ്ടാവുക എന്ന് പറയുന്നതും ആ പുണ്യപുരുഷൻ ആ ജനത്തെ മുഴുവൻ ഐക്യപ്പെടുത്തുകയും ഐശ്വര്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നുള്ളതും എല്ലാ നാട്ടിനും കിട്ടുന്നതായ ഭാഗ്യമല്ല. കുറിച്ചി ക്രൈസ്തവ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ എനിക്ക് ധൈര്യമായിട്ട് പറയുവാൻ കഴിയും, പരസ്പര സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അതുമൂലമുള്ള ഐശ്വര്യത്തിൻ്റെയും സുന്ദരമായ ഒരു സന്ദർഭവും കൂടിയാണിത്. ഇതിൻ്റെ പിന്നിൽ പ്രാർത്ഥിച്ച് ഇതിന് നേതൃത്വം നൽകിയ എല്ലാവരെയും ഹൃദയപൂർവ്വം നന്ദിപൂർവ്വം ദൈവസന്നിധിയിൽ അനുസ്മരിക്കുന്നു. ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ പേര് ഞാനെന്ന് എടുത്തു പറഞ്ഞാൽ നിങ്ങളിൽ ആരും എന്നോട് പിണങ്ങുകയില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവ തിരുമനസിലെ ഓർമ്മ പെരുന്നാളിനെ കുറിച്ച് ആലോചിക്കുവാൻ വേണ്ടി ഏതാണ്ട് 1 വർഷത്തിന് മുൻപ് നടന്ന ഒരു ആലോചനാ യോഗത്തിൽ
കാര്യങ്ങളെല്ലാം അനുസ്മരിച്ചുകൊണ്ട് ഒരു മഹാസമ്മേളനം ഇവിടെ കൂടണമെന്ന് നിർദ്ദേശിച്ച ജോൺ മത്തായി സാറിനെ ഞാൻ പ്രത്യേകിച്ച് ഒന്ന് ഓർക്കുകയാണ്. അദ്ദേഹം ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ആലോചനയെ ഏറ്റെടുത്ത് കുറിച്ച് ഈ വലിയ പള്ളി വികാരിയും ചെറിയ പള്ളി വികാരിയും ഭരണസമിതി അംഗങ്ങളും മറ്റ് എല്ലാ ആളുകളും ഇതിനെ അനുഗ്രഹമാക്കി, അതിനെ അനശ്വരമാക്കി. ദൈവത്തിന് സ്തുതി. പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവ നമ്മുടെയൊക്കെയും സ്മരണയിൽ സുഗന്ധം പരത്തുന്ന പുണ്യപിതാവാണ്. ഭാരത പാരമ്പര്യത്തിൽ മഹർഷിമാരുടെ അനുസ്മരണ എന്ന് പറയുന്നത് ഏറ്റവും ദീപ്തമായ ഒരനുഭവമാണ്. രാജാക്കന്മാർക്ക് പോലും ലഭിക്കാത്തതായ ഭാഗ്യം മഹർഷിമാർക്ക്, ദേവർഷിമാർക്ക്, ബ്രഹ്മർഷിമാർക്ക് ഭാരതം നൽകിയിട്ടുണ്ട്. ആ ഗണത്തിൽ മഹർഷിമാരിൽ മഹർഷിയായിരുന്ന ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവായെ അന്നത്തെ കാലഘട്ടം ജാതി മതഭേദമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഞങ്ങളുടെ ബാവ, പരിശുദ്ധ കാതോലിക്ക ബാവ എന്ന് വിശേഷിപ്പിച്ചു. ആ കാലം മാറി ഇന്ന് ഒത്തിരി ബാവാമാരുണ്ടായിട്ടുണ്ട്. ഒത്തിരി ബാവാമാരുടെ അവകാശങ്ങളുടെ ഒരു കാലഘട്ടമായിട്ട് മാറിയിട്ടുണ്ട്. പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവായെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഒത്തിരി അനന്യ സൗഭാഗ്യങ്ങളുണ്ടായിരുന്നു എന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയും. മന്യനായ ജോഷുവാച്ചനും വലിയ മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ടും തങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് അനുസ്മരിച്ചതിൽ ആ ചില നിസ്തുലമായ ഭാവങ്ങൾ വലിയ തിരുമേനിയെക്കുറിച്ച്, ബാവായെക്കുറിച്ച് പറയുകയുണ്ടായി. ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിൽ ഒരു 10 എണ്ണമിട്ട് പറഞ്ഞാൽ ഞാൻ സമയമധികം എടുക്കുകയില്ല എന്ന് ഒന്ന് ആമുഖമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ. ഒന്ന്, മലങ്കര സഭയുടെ ഇതപര്യന്ത ചരിത്രത്തിൽ സഭാസമാധാനം കണ്ടു കടന്നുപോയ ഏക പൗരസ്ത്യ കാതോലിക്കയാണ് പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവ. 2, മലങ്കര സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി കാതോലിക്ക സ്ഥാനവും മലങ്കര മെത്രാപ്പോലീത്ത സ്ഥാനവും ഒന്നിച്ച് കൈകാര്യം ചെയ്ത സഭാതലവനാണ് നമ്മുടെ പിതാവ്. ആ ഒരു പാരമ്പര്യം ഇന്ന് തുടരുന്നുണ്ട്. മലങ്കര സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി മൂറോൻ കുദാശകൾ നടത്തിയ മലങ്കരയിലെ കാതോലിക്ക എന്നുള്ളതായ അനന്യ സൗഭാഗ്യവും മൂന്നാമതായിട്ട് പരിശുദ്ധ പിതാവിനെ കുറിച്ച് പറയുവാൻ കഴിയും. 4, മലങ്കര സഭയ്ക്ക് ആദ്യമായി ഭരണഘടനയും പാസാക്കി നടപ്പിൽ വരുത്തുക മാത്രമല്ല, അതിന് ഭാരതത്തിന്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയുടെ അംഗീകാരവും നേടിയെടുത്ത കാതോലിക്കയായിരുന്നു പരിശുദ്ധ പിതാവ്. 5, മലങ്കര സഭയിൽ ആദ്യമായി നിയുക്ത കാതോലിക്കായെ അഥവാ പിൻഗാമിയെ തെരഞ്ഞെടുത്ത് നിയമിച്ച കാതോലിക്കായും മലങ്കര മെത്രാപ്പോലീത്തായുമായിരുന്നു പരിശുദ്ധ വലിയ ബാവ. 6, മലങ്കര സഭയുടെ ഇതപര്യന്ത ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം കാതോലിക്ക സ്ഥാനം വഹിച്ച പിതാവ്. 35 വർഷം എന്ന് പറയുന്ന റെക്കോർഡ് ഇതുവരെ ആരും ഭേദിച്ചിട്ടില്ല. 7, പരിമല തിരുമേനിക്ക് ശേഷം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഇതപര്യന്ത വ്യവസ്ഥാപിത സംവിധാനത്തിൽ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് എന്ന പേരുണ്ടായിരുന്ന ഏകപിതാവ് അദ്ദേഹമാണ്. മറ്റ് ചില ചരിത്ര സാഹചര്യത്തിൽ പിന്നീട് ചിലർക്ക് ആ പേര് എടുക്കുവാനിടയായില്ലെങ്കിലും ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വ്യവസ്ഥാപിത സംവിധാനത്തിൽ അദ്ദേഹത്തിന്റെ പേര് മാത്രമാണ് നിലനിൽക്കുന്നത്. 8, ആദ്യമായി യൂറോപ്പ് സന്ദർശിച്ച മലങ്കരയിലെ കാതോലിക്കയാണ് അദ്ദേഹം. 9, മലങ്കരയിലെ കാതോലിക്കമാരിൽ ഏറ്റവും അധികം പട്ടക്കാർക്ക്, ഷമ്മാശന്മാർക്കും പട്ടം നൽകിയ പിതാവാണ് അദ്ദേഹം. 10, മലങ്കരയിൽ ആദ്യമായി കാതോലിക്കായിക്ക് ഒരാസ്ഥാനം ഉണ്ടാക്കി ആ ആസ്ഥാനത്ത് തന്നെ ഖബറടങ്ങിയ പിതാവ്
മറ്റു പലതും അദ്ദേഹത്തെക്കുറിച്ച് പറയുവാൻ കഴിയും. തൻ്റെ മുൻഗാമികളിൽ പ്രധാനവരായ പരിശുദ്ധ പരമല തിരുമേനിയെയും അതുപോലെ തന്നെ കോതമംഗലത്ത് ബാബായെയും പരിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിച്ചത് മലങ്കര സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നടത്തിയത് ബസേലിയോസ് ഗീവർഗീസ് തിതിയൻ ബാബായാണ്. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ പറയുവാനായിട്ട് കഴിയും. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇങ്ങനെ അനന്യ സൗഭാഗ്യങ്ങളുള്ള പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് തിതിയൻ ബാബാ തിരുമനസ്സുകൊണ്ട് കാതോലിക്കേറ്റിന്റെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് ഈ കൊല്ലം കാതോലിക്കേറ്റിന്റെ ശതാബ്ദിയുടെ വർഷമാണ്. അതിന്റെ ചരിത്രത്തിൽ സുപ്രധാനമായ സ്ഥാനമുള്ളയാളാണ്. മലങ്കരയിലെ മൂന്നാമത്തെ കാതോലിക്കയാണ്. എങ്കിലും കാതോലിക്കേറ്റ് പൂർണ്ണ അർത്ഥത്തിൽ പ്രവർത്തനക്ഷമമായതും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ യശസ്സുയർത്തിയതും ഗീവർഗീസ് തിതിയൻ ബാബായിലൂടെയാണ്. അദ്ദേഹത്തിന്റെ മുൻഗാമികളെ വലിയ സ്ഥാനത്ത് നമ്മൾ കണ്ടുകൊണ്ട് ബഹുമാനിക്കുമ്പോഴും ചരിത്രം എങ്ങനെയോ അവർക്ക് അധികകാലം തങ്ങളുടെ സ്ഥാനത്തിന് അർഹിച്ചതായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കാതെ പോയി. അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. പക്ഷേ എല്ലാ അസ്തമയങ്ങളെയും ഗ്രഹണങ്ങളെയും കടന്ന് പൂർണ്ണശോഭയോടെ പ്രചോദിച്ചതായ സൂര്യതേജസ്സായിട്ട് ഗീവർഗീസ് തിതിയൻ ബാബാ തിരുമനസ്സുകൊണ്ട് കാതോലിക്കേറ്റിന്റെ യശസ് ഉയർത്തി. എന്താണ് അതുമൂലം നാം അർത്ഥമാക്കുന്നതെന്ന് ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാതോലിക്ക സ്ഥാപനം കൊണ്ട് 1912 മലങ്കര ഓർത്തഡോക്സ് സഭ ഉണ്ടായത് എന്ന് അറിയാതെയോ അറിഞ്ഞോ എഴുതി പിടിപ്പിക്കുന്നതും പറയുന്നതുമായ ചില ആളുകളുണ്ട്. എങ്കിലും 21 നൂറ്റാണ്ട് ചരിത്രമുള്ള മലങ്കര സഭയിൽ മാർത്തോമാ ശ്ലീഹായുടെ ശ്ലൈഹികവും പൗരോഹിത്യപരവുമായ പാരമ്പര്യമുള്ള മലങ്കര സഭയിൽ 1912 കാതോലിക്കേറ്റ് സ്ഥാപനത്തിനുള്ള പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇടക്കാലത്ത് വന്നുപോയ ഒരു ദുരവസ്ഥയിൽ നിന്ന്, ഒരു ശാപത്തിൽ നിന്ന് മോചനം കിട്ടുവാനായിട്ട് അതുമൂലമേ സാധിച്ചുള്ളൂ എന്നുള്ളതൊരു വസ്തുത. മറുവശത്ത് പൗരസ്ത്യ കാതോലിക്കേറ്റ് എന്ന് പറയുന്ന ആഗമന സഭയിൽ സ്വീകാര്യമായിരിക്കുന്ന ഒരു സ്ഥാനം മറ്റ് ഒരു സ്ഥലത്ത് പേർഷ്യയിൽ അത് നിന്നുപോയപ്പോൾ അത് മലങ്കരയിൽ മാർത്തോമാ ശ്ലീഹായുടെ തന്നെ പൗരോഹിത്യ ശ്ലൈഹിക പാരമ്പര്യമുള്ള മലങ്കരയിൽ അതിനെ പുനഃസ്ഥാപിച്ചു എന്നുള്ളതിന് ചരിത്രപരമായ ഒരു പ്രാധാന്യമുണ്ട്. മലങ്കര സഭയുടെ ഭരണഘടനയിലും പിതാക്കന്മാരുടെ എഴുത്തുകളിലും ഔദ്യോഗികമായിട്ട് പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നുള്ള പദം കൊടുത്തിരിക്കുന്നത് ഈ ഒരർത്ഥത്തിലാണ്. എന്നാൽ ആ പുനഃസ്ഥാപനത്തിന് ഒരു സ്ഥാപനത്തിന്റെ തേജസ്സുണ്ട്. കാരണം മലങ്കര സഭ ആരുടെയും കീഴിലല്ലായിരുന്നു. ഈ സഭയ്ക്ക് ആരിൽ നിന്നും പൗരോഹിത്യം കിട്ടിയാലേ പൗരോഹിത്യമാകൂ എന്നുള്ള അവസ്ഥയില്ലായിരുന്നു. ഈ സഭ സ്വതന്ത്രമായിരുന്ന സഭയ്ക്ക് ആ ഒരു പഴയ പാരമ്പര്യത്തിൽ തന്നെ ഒരു കാതോലിക്ക സ്ഥാനവും കൂടെ ആയിട്ട് ഇവിടെ കാതോലിക്ക മലങ്കര സഭയുടെ പ്രത്യേക സാഹചര്യത്തിൽ സ്ഥാപിക്കപ്പെട്ടു എന്ന് പറയുന്നതിനും അർത്ഥമുണ്ട്, പ്രസക്തിയുണ്ട്. കാതോലിക്ക എന്നും അപ്രിയാന എന്നുള്ള രണ്ട് പദങ്ങൾ അന്നത്തെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കേണ്ടി വന്നെങ്കിലും അത് രണ്ടും ഒരേ സമയത്ത് ഉപയോഗിച്ചുകൊണ്ട് അദ്വൈത മിശിഹ പാത്രിക്കീസ് ബാബ ഇറക്കിയ കൽപ്പനയിൽ മലങ്കരയിൽ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി മെത്രാന്മാരെ വാഴിക്കുവാനും മൂറാം കൂദാശ നടത്തുവാനും ആരുടെയും ഇനിമേലാൽ ഔദാര്യം ചോദിക്കേണ്ടാത്തതായ അവസ്ഥയിൽ സ്ഥാപിച്ചപ്പോൾ ആ കാതോലിക്ക സ്ഥാപനത്തിനും മപ്രിയാന സ്ഥാനത്തിനും പുതിയ അർത്ഥവും പ്രസക്തിയും ഉണ്ടായി. പഴയ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ മപ്രിയാന എന്നുള്ള പദമോ കാതോലിക്ക എന്നുള്ള പദമോ ഉപയോഗിച്ചതുകൊണ്ട് പണ്ടുണ്ടായിരുന്ന അർത്ഥമേ അതിനുള്ളൂ എന്ന് പറയുന്നത് ബാലിശമാണ്. ഭാരതം ഒത്തിരി കാലം വിദേശ ആധിപത്യത്തിൽ കഴിഞ്ഞേണ്ടി വന്നു. ബ്രിട്ടീഷുകാര് ഭാരതത്തെ സംബന്ധിച്ച കൽപ്പനകളോ തീരുമാനങ്ങളോ എടുത്തിട്ടുണ്ടാവും.
പക്ഷേ 1947 സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പഴയ പദപ്രയോഗങ്ങളോ പഴയ പ്രമാണങ്ങളോ എടുത്തുകൊണ്ട് ഇന്നും ബ്രിട്ടീഷ് മേധാവിത്വത്തിന്റെ കീഴിലാണ് നമ്മളെന്ന് പറയുന്നത് പോലെയേ ഉള്ളൂ. 1912 കാതോലിക്ക സ്ഥാപനത്തിന് ശേഷം ഇത് ഒരു പദം അപ്രിയാന ഉപയോഗിച്ചുകൊണ്ട് ആരുടെയെങ്കിലും കീഴിലായിപ്പോയി എന്ന് പറയുന്നത്, അതിന് ഈ കാലഘട്ടത്തിന്റെ ചരിത്രത്തിൽ പുതിയ അർത്ഥം വന്നോ എന്നുള്ളത് മനസ്സിലാക്കണം. ഈ പുതിയ അർത്ഥത്തെ മലങ്കരയുടെ സാഹചര്യത്തിൽ ആദ്യമായിട്ട് പ്രാവർത്തികമാക്കി അത് തെളിയിച്ച, അതിന്റെ തെളിച്ച് കാണിച്ച പരിശുദ്ധ പിതാവാണ് പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ ബാവാ തിരുമേനി. ആ തിരുമേനി നമുക്ക് മാത്രമല്ല, മലങ്കരയ്ക്ക് മുഴുവനും അല്ല, ഭാരതത്തിന് മുഴുവനും എല്ലാ വിഭാഗം ആളുകൾക്കും അന്ന് വളരെയധികം സ്വീകാര്യനായ ഒരു വ്യക്തിയായിരുന്നു. മറ്റു മതമേഖലകളിൽപ്പെട്ട ആളുകളും NSSന്റെ അന്നത്തെ സമാരാധ്യനായ നേതാവ് മന്നത്ത് പത്മനാഭനും അദ്ദേഹവും തമ്മിലുണ്ടായിരുന്ന സൗഹൃദം നമുക്കറിയാം. ഫെയ്ത്ത് ആൻഡ് ഓർഡർ സമ്മേളനത്തിൽ പോയി അന്നത്തെ സഭാതലവന്മാരുടെ താരമായിട്ട് ശോഭിച്ചതിന്റെ ചരിത്രം പത്രങ്ങളിൽ കൂടെ നമുക്കറിയാം. ന്യൂഡൽഹി അസംബ്ലിയിൽ വന്നവരായ സഭാ തലവന്മാരും പ്രതിനിധികളും വന്ന് ഇതൊരു അത്ഭുത വ്യക്തിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് പോയ സംഭവം നമുക്കറിയാം. എക്യൂമെനിക്കൽ മേഖലയിലും മതസൗഹാർദ്ദത്തിന്റെ മേഖലയിലും അന്ന് നിറഞ്ഞു നിന്ന പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ ബാവായെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ നമുക്കിന്ന് വേണ്ടിയിരിക്കുന്നത് പിന്നോട്ട് പോവുകയല്ല, മുന്നോട്ട് പോവുകയാണ്. പിന്നോട്ട് നോക്കിയിട്ട് ഇന്ദുപ്പാപ്പായ്ക്ക് ഒരാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ രീതിയിൽ ഞങ്ങളുടെ സഭ വലിയതാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ പ്രമുഖരായിരുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് കാലഘട്ടത്തെ മനസ്സിലാക്കി, ചരിത്രത്തെ മനസ്സിലാക്കി, കാതോലിക്ക സ്ഥാപനത്തിനും സഭയുടെ നേതൃത്വത്തിനും ഭാവിയെ കണ്ടുകൊണ്ട് പുതിയ അർത്ഥവും പ്രസക്തിയും കണ്ടെത്തുവാനായിട്ടുള്ളൊരു ചുമതല നമുക്കുണ്ട്. സഭയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വലിയ തീവ്രവാദം കാണിക്കുക എന്നുള്ള ഒരു ധാരണ അടുത്ത കാലത്തൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. തീവ്രവാദം കാണിക്കുകയും പറയുകയും ചെയ്താലേ സഭയോട് സ്നേഹമുള്ളൂ എന്നുള്ള വ്യവസ്ഥയിൽ നിന്നും മാറി ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ ബാവായ്ക്ക് സഭയുടെ സമാധാനം പ്രധാനമായിരുന്നു. ആ സമാധാനം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഒരു വലിയ ദർശനവും ഒരു വലിയ മനോഭാവവും അദ്ദേഹത്തിനുണ്ടായി. ഈ തരത്തിലുള്ളതായ സമാധാനത്തിന്റെ മനോഭാവം പറയുന്നവർ സഭാസ്നേഹികളല്ല എന്ന് കരുതുന്ന ഒരു കാലഘട്ടം ധർമ്മച്യുതി എന്ന് മാത്രമേ അതിനെ പറയുവാൻ പറ്റൂ. പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ ബാവ പ്രതിനിധാനം ചെയ്യുന്നത് മതങ്ങളുടെയും മതങ്ങളുടെയും സഭകളുടെയും തീവ്രവാദത്തിന്റെയും വിഭാഗീയതയുടെയും നിലപാടല്ല. എല്ലാവരും നമ്മൾ നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഒരനുഭവമാണ്. കുറിച്ചിയിൽ അടുത്ത കാലത്തുണ്ടായിരുന്ന എക്യൂമെനിക്കൽ മൂവ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ അറിയുന്നവരാണ് നിങ്ങൾ ചിലരൊക്കെയും. ഇവിടെയുള്ള എല്ലാ വിഭാഗം പള്ളികളിൽ വെച്ചും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും പ്രാർത്ഥനയ്ക്ക് കൂടിയതായ അനുഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അതിനൊരു സാക്ഷ്യമുണ്ടായെങ്കിൽ അതിന് പുറകോട്ട് നമുക്ക് കാതോലിക്കറ്റിനെ കുറിച്ചോ കക്ഷി സ്പിരിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടോ പോയിട്ടൊരു വിശേഷവുമില്ല. ഇനിയും മുന്നോട്ട് പോകണം. മുന്നോട്ട് നയിച്ച പിതാവിന്റെ ആ മാർഗദർശനത്തിൽ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം സഭയെ സ്നേഹിക്കുന്നവരായിട്ട്, എല്ലാവരെയും സ്നേഹിക്കുന്നവരായിട്ട് തീരുവാനുള്ള ആ ഒരു വലിയ ദർശനം നമുക്ക് എടുക്കാം. ഈ പിതാവിന്റെ അനുസ്മരണയിലൂടെ അദ്ദേഹത്തിന്റെ ധന്യസ്മരണയും സാന്നിധ്യവും നമുക്ക് അനുഗ്രഹമാകട്ടെ. ഇപ്രകാരം അവസരം തന്ന എല്ലാവരോടും ഹൃദയപൂർവ്വം